പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വീണ്ടും ഇന്ത്യൻ ബൈക്കാണ്, സംഭവം ഒരു സ്റ്റോറി വീഡിയോ ആണ്. ഞാനിന്ന് രാവിലെ വെറുതെ ഇരുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ രാവിലെ എണീറ്റ് ഇവിടെ സൈക്കിളോട്ട് ഇറങ്ങിയതാണ് ഗൈസ്. സൈക്കിളോട്ട് ഇറങ്ങി വെറുതെ ഇങ്ങനെ നടക്കുവാണ്, ഒരു പണിയും ഇല്ല. എന്തായാലും എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി ഇപ്പോഴും ഇതെന്തുകൂടാ ഗൈസ്, ഇതുപോലൊരു വീട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇതാരുടെ വീടാ ഇത്? ആരുടെയോ ഒരു വീടാണ്. അകത്ത് വല്ല കാത് കതപ്പുണ്ടോ ഗൈസ്? വെയിറ്റ് വണ്ടി ഇവിടെ. ഒരു മസ്താങ് കിടപ്പുണ്ട്, ഫെറാറി കിടപ്പുണ്ട്, വേറെ ഒന്നുമില്ല. കയറി നോക്കിയാലോ? വേണോ? കയറി നോക്കാം ഗൈസ്. ആരുടെയെങ്കിലും പുതിയ വീടാണല്ലോ. ഇത്രയും ദിവസം നമ്മൾ ഇതുവഴിയൊക്കെ കാർ ഷോറൂമിലൊക്കെ പോയിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ ഒരു മസ്താങ് കിടപ്പുണ്ട്, ഇതെന്തോ ഇത്? എടാ ഇതല്ലേ ലംബോർഗിനി ടാർസോ അല്ലേ? എടാ മോണെ, സീൻ വണ്ടി കേട്ടോ. സൂപ്പർ കിടപ്പുണ്ട്, ഫെറാറി കിടപ്പുണ്ട്, മഹീന്ദ്രയുടെ താർ കിടപ്പുണ്ട്. എന്നാലും ഇത് ആരുടെ വീടാ? ഇത് അറിയത്തൂല്ലല്ലോ. ഈ വീടാണെങ്കിൽ ലോക്ക്ഡ് ആണ്. ഞാൻ അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ വരെ ബൈക്കൊക്കെ കൊണ്ട് ഈ വണ്ടി. എടാ ഇത് റോക്കി ബായുടെ ബൈക്കല്ലേ ഇത്? ഇതിനി റോക്കി ബായുടെ വീടാണ്. റോക്കി ബായ് ഇവിടെ വന്നിട്ടുണ്ടോ ഞാൻ അറിഞ്ഞു, പക്ഷേ പുള്ളിക്കാരൻ മാൻഷനൊക്കെ മേടിച്ച് ഇനി ഇവിടെ ആണോ സെറ്റിൽ? ഇവിടെ എന്തായാലും ആളൊന്നുമില്ല. എന്താ ചെയ്യുക? നമ്മുടെ സൈക്കിൾ എടുത്ത് എന്തായാലും ഒളിപ്പിച്ച് വിട്ടിട്ട്. ഒരു ട്രോൺ ബൈക്കല്ലേ ഇത്? RGB കളർ ട്രോൺ ബൈക്ക് ഇരിപ്പുണ്ട്. ഏതൊരു വണ്ടി അതൊക്കെ പോട്ട് നമ്മുടെ സൈക്കിൾ എവിടെയെങ്കിലും ഒതുക്കി വെക്കാം. പൈസ കൊടുത്തൊക്കെ മേടിച്ച് നമ്മൾ പൈസ കൊടുത്തൊക്കെ മേടിച്ച സൈക്കിളാ ഇങ്ങനെ വെറുതെ അങ്ങ് കളഞ്ഞിട്ട് പോയാലേ. ഇവിടെ ഏതായാലും ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ എന്തുവാ? ഇവിടെ ഒരു സ്ഥലം ഞാൻ കാണുന്നുണ്ട്. ഇങ്ങോട്ട് നമ്മുടെ സൈക്കിൾ എടുത്തങ്ങ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓടും. ചിലപ്പോൾ നല്ല പോലീസ് കേസൊക്കെ കാണും. അയ്യോ, ഈ വീട്ടിന് സെക്യൂരിറ്റീസാണ് കേട്ടോ. പണി പാളും കേട്ടോ. അവിടെ സെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. അവർ കണ്ട് കാണത്തില്ല. എന്തായാലും ഇങ്ങനെ ഒന്നും അറിയാത്ത രീതിയിൽ നടക്കാം. കണ്ടെന്ന് തോന്നുന്നല്ലേ. എന്തായാലും ചെറിയൊരു വഴി കാണുന്നുണ്ട്. അവിടെ നമ്മൾ ചാടി കയറി. ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്ന ഈ ലംബോർഗിനി ടെർസോ എടുക്കാം. അത് ഇച്ചിരി ന്യൂ മോഡൽ സാധനമാണ്. പോലീസ് കേസ് ഉണ്ടാവുമോ എന്തോ. വണ്ടിയുടെ സൗണ്ട് മോണെ. ഇൻറ്റീരിയറൊക്കെ സെറ്റ്. സ്റ്റിയറിങ് എന്താണ് ഇങ്ങനെ? 1 2 സെക്യൂരിറ്റി ആണ്. റെഡി സ്റ്റഡി സ്റ്റാർട്ട്. പറത്തിക്കോ. പോലീസൊന്നും വരരുതേ. എൻ്റെ പൊന്നിടാവേ, ഞാനൊന്നും അറിഞ്ഞില്ലേ. അയ്യോ ഗൈസ്, നമ്മൾക്ക് പറത്തിടും. അയ്യോ. റോക്കി ബായുടെ ബൈക്കാണ് കൊണ്ടുവന്ന് ഏതോ ഒരു ചേച്ചി നേരെ കയറി വന്നു. നമ്മളൊരു ഇടിയും കൊടുത്ത് നമ്മുടെ ബൈക്ക് ഇട്ടിരിപ്പുണ്ട്.
എന്തായാലും ഈ വണ്ടി ആരും കാണാതിരിക്കാൻ നമുക്ക് വീട്ടിൻ്റെ ഈ സൈഡിലായിട്ട് പാർക്ക് ചെയ്യണോ? ദൃശ്യം ഇനി കയറുന്ന എന്തായാലും ഇച്ചിരി പരിപാടി. സെക്യൂരിറ്റിയെ കൊല്ലാതെ അകത്ത് കയറാൻ പറ്റത്തില്ല. എന്തായാലും പോയി സെക്യൂരിറ്റിയെ കൊല്ലണം. പോവാം. അപ്പോഴത്തേക്കും ഇപ്പോൾ തന്നെ ആ സെക്യൂരിറ്റി പോലീസിനെ വിളിച്ച് പറഞ്ഞാണ്. എന്തായാലും റോക്കി വൈ അവിടെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ മറ്റേ KGF 2 സിനിമയിൽ എന്തുവരുന്ന തോക്കിൻ്റെ പേരെന്തുവാ? മൂത്തമ്മയല്ലേ? എന്തോ ഒരു തോക്കുണ്ടല്ലോ മറ്റേ പോലീസ് സ്റ്റേഷനിലിട്ട് വെടി വെക്കുന്നത്. ആ തോക്ക് വെച്ചെടുത്ത് നമ്മുടെ വീട് മൊത്തം അടിച്ചു പൊളിക്കും. ഓക്കെ, എന്തായാലും സ്ഥലത്തില്ല. അതുകൊണ്ട് ഭാഗ്യം നമ്മൾ ആരുടെ ഒരു കോയിൻസൊക്കെ അടിച്ചു മാറ്റി. വേറെ ഒന്നിനുമല്ല, അവിടം വരെ പോവാനാണ്. ഈ വണ്ടി എന്തോന്ന് വണ്ടിയുടെ ഇച്ചിരി സ്പീഡ് പോലും ഇല്ല. എന്ത് വണ്ടിയായത്? പെട്ടെന്ന് വേണം. പറത്തിവിട്. എന്തിയേ വീടെന്തിയേ? വീട് മാഞ്ഞു പോയടേ. കണ്ട് അവർ കണ്ട്. എന്തായാലും വണ്ടി വിട്ടിട്ട് ഇതെന്തൂടെ വണ്ടിക്ക് എന്ത് വണ്ടിയുടെ ഇത്? നൈസിന് KGF റോക്കി ബൈക്ക് വേണം എടുക്കാൻ. അയാളെന്തിയടാ? അയാളിതെങ്ങോട്ട് പോയി? പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞാൽ പോരെ? ചിലപ്പോൾ സൈഡിൽ. ഡേ നമുക്ക് എന്തായാലും ഇവിടെ എങ്ങാണ്ടല്ലേ കയറാൻ പറ്റുന്നൊരു ഇവിടെ നിന്ന് രണ്ടെണ്ണത്തിനെ അടിച്ചിടാം. ഇതെല്ലാം സെക്യൂരിറ്റി, അത് വേറെ കാര്യം. പോലീസിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും വിട്ടടിച്ചോ. വന്ന് പോലീസ് വന്ന്. അയ്യോ, ദൈവമേ. നോക്കട്ടെ, ഒറ്റ പോക്ക വണ്ടി എടുത്തുണ്ട്. എന്തായാലും ഇപ്പോൾ വിചാരത്തി പോലീസിനെ ഒന്നും കാണുന്നില്ല. വണ്ടി രക്ഷയില്ല. എൻ്റെ മോണ ഇവിടെ കൊണ്ടൊക്കെ വന്ന് പറത്തിക്ക്. പോലീസ്. വൻ വിഷയം. എൻ്റെ പൊന്നടാവേ. നീ ബാക്കി കിടക്കുവാൻ നിസാൻ GTR കിടക്കുന്നു. ഫോർഡ് മസ്താങ് കിടക്കുന്നു. ഓ ഗൈസ്, നമുക്ക് നേരെ പോലീസ് വൻ വിഷയമായി കാണും. കാരണം രണ്ട് വണ്ടി നല്ല പൈസ ഉള്ളതാ. പ്രത്യേകിച്ച് ലംബോർഗിനി ടെറിസൊക്കെ ആണെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലേ. പോലീസുകാരെന്ത്? ഓടി വീട്ടിൽ കയറിക്കോ. വീട്ടിൽ ചാടി കയറിക്കോ. ഓടിപ്പോയിക്കോ. ഇതെന്ത് സുനാപ്പിളി? ഇതെന്ത് സുനാപ്പിളി? ഓടാ പോലീസുകാരെ. എന്തായാലും ഇതെങ്ങാണ്ടൊക്കെ അവിടെ ഒരു പോലീസുകാരൻ വന്ന് ഇപ്പോൾ നമുക്ക് നേരെ വീട്ടിൻ്റെ മേളിലോട്ട് പോവാം. അയ്യോ, അവർ വണ്ടി എടുത്തോണ്ട് പോവോ ഇനി? എൻ്റെ പൊന്നോ, അതൊരു റിസ്ക് ആണ്. ഞാൻ അത് ഓർക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ വീട്ടിൻ്റെ അകത്ത് കൊണ്ടുവരാൻ. ഇവിടെ 11 എന്തുകൂടെ ചെയ്യുന്നേ?
സ്വിമ്മിങ് പൂളിൽ ഇട്ടോട്ടിക്കുന്ന നമ്മളെന്താ പേടിച്ചൂറിയ. ഇപ്പം അവന്മാരുടെ വണ്ടിയൊക്കെ ഇപ്പം കത്തിച്ച് കളയും. നോക്കിക്കോ അവന്മാർ. പിന്നെ എന്തായാലും നമ്മൾ ഇത്രയും ചെയ്തെങ്കിലേ പോലീസ് എന്ത് ചെയ്യുക നടക്കുന്നു. ഇത്രയും ചെയ്തുകൊണ്ട് നിങ്ങൾ ആ സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് അവന്മാർ വെടിവെക്കുന്നുണ്ട്. അവന്മാർ കണ്ടപ്പോഴേ അവന്മാർ വെടിവെക്കൽ തുടങ്ങി. എന്തായാലും നമുക്ക് ഇച്ചിരി മേലിൽ താഴോട്ട് കയറി ഇറങ്ങാം. പെതുക്കെ അയ്യോ അവന്മാർ വെടിവെക്കുന്നുണ്ട്. അവന്മാർ ജാതി വെടിവെപ്പാ. ദൈവമേ, ബാക്കി വണ്ടി എടുക്കണോ വേണ്ടയോ? എടുക്കണോ? ഇപ്പോൾ എന്തായാലും 1 സ്റ്റാർ 1 സ്റ്റാർ 1 ലെവലാണ്. കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യണം. ഈ മെയിൻ പ്രശ്നമെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് ആൾക്കാരെ വെടിവെക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. അവർ പോലീസിനെ വിളിച്ചു പറഞ്ഞില്ല, ഒന്നും വിളിച്ചു പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു വിളിച്ചു പറഞ്ഞ് സീനാക്കും. എന്തായാലും ഇപ്പോൾ അവരൊക്കെ പോലീസുകാർ പൂവറായിട്ടുണ്ട്. എന്തോന്നടെ പോകുന്നില്ലയോടെ? ഇവിടെ പോടെ, എനിക്ക് അടുത്ത വണ്ടി മോട്ടിക്കണോടെ. പോലീസുകാരുടെ സ്റ്റാർ താഴോട്ട് ഇറങ്ങിയാണെങ്കിൽ ഒരുത്തൻ അവിടെ കിടപ്പുണ്ട്. ആ ചെറുക്കനാണെങ്കിൽ ഒരു പോലീസുകാരൻ ദാണ്ടെ യോ ആ പോലീസുകാർ വെടിവെച്ച് ഊട്ടയാക്കി. ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കുമല്ലോ അവന്മാർക്ക്. ഞാൻ ആരാന്ന് അറിയത്തില്ല അവന്മാർക്ക്. അതിൻ്റെ സൂക്കേടാണ്. ഞാനിവിടെ ഉണ്ടറാ പോലീസുകാരാ. സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ. വേണ്ട എൻ്റെ എന്തുകൂടെ എൻ്റെ വീട്ടിൻ്റെ കട്ടിലിൻ്റെ അവിടെയൊക്കെ വന്നിപ്പോണ്ട് ഒരു പോലീസുകാരി. ഇയാൾക്ക് എന്തോടെ വട്ടാ. എന്നിട്ട് വണ്ടി അവിടെ പോയാൻ പറ്റേ. പോലീസുകാർ ഇപ്പം പിടിക്കും. സ്റ്റാർ പോയി. ഇനി ഭാഗ്യം. ഇയാളെന്തോ ചെയ്യുന്നത്? മച്ചാനെ എന്താണ് ഇവിടെയാണോ? എന്തുവാടാ ഇയാൾക്കെന്തുവാടാ നമ്മളെ ഇയാൾക്ക് വട്ടാണ്. എന്താ പോണി ഒരു RPG എടുത്തേ അങ്ങോട്ട്. തലമുണ്ട നോക്കി അങ്ങോട്ട് പൊട്ടിച്ചു. അയ്യോട്ടാ അയ്യോ. ഇവരെയൊക്കൊന്നും പ്രശ്നമാണോ? എന്നാ ഇവനെ കഴിഞ്ഞാൽ എനിക്ക് കൊല്ലാൻ അറിയണം. നീ എന്നെ ഗണ്ണ് എയിം ചെയ്ത് നിൽക്കുമല്ലേ. അടുത്തവന്മാർ വന്നു. ഇതെന്ത് കഷ്ടമാണ്. ബാക്കി വണ്ടി മിക്കവാറും അടിച്ചു മാറ്റാൻ മിക്കവാറും പറ്റത്തില്ല. തൊളയൊക്കെ നമുക്ക് RPG ഇട്ട് വെറുതെ ഒന്ന്. നമ്മുടെ വണ്ടിയൊക്കെ സേഫാണോ? ലംബോർഗിനി KGF ബൈക്കിൽ ലംബോർഗിനി ടെർസൺ. ഈ പോലീസുകാർക്കൊന്ന് വട്ടാ. ജാതി വട്ടന്മാര്. ഇത്രയും വട്ടന്മാരെ ഞാൻ ആദ്യമായിട്ട് അവിടെ കാണുന്നത്. എന്ത് വട്ടന്മാരാടേ ഇവന്മാരൊക്കെ. നോക്കട്ടെ, ഇവിടെ നിന്ന് നോക്കിയാൽ അവിടെ ഒരുത്തൻ വീട്ടിൽ അനുവാദം ചോദിക്കാതെ കയറി വന്നോടാ. ഏതോനാടാ അത്? വേണ്ട, നമുക്ക് പോയിട്ട് വേണം. അയ്യോ നമ്മൾ ഉരുണ്ട് നേരെ താഴെ പോയിട്ടുണ്ട്. പോലീസുകാർ എന്തായാലും സൗണ്ടൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇത് ഇടാവുന്നവര് തൊട്ട് കയറി ചെല്ലാം. അവിടെ ഇപ്പോൾ ഉണ്ട്.
ആ മിസൈൽ RPG എടുത്ത് ആ അവൻ ചോദിക്കാതെ വീട്ടിൻ്റെ അകത്ത് കയറുമെന്ന്. അപ്പോൾ ഗൈസ് ഇനി സീനൊന്നുമില്ല, സ്റ്റാറൊക്കെ പോയി. ഈ പുള്ളിക്കാരൻ എന്തുവാ ഉദ്ദേശിക്കുന്നത്? ഇയാളൊക്കെ ചോദിക്കാതെ എൻ്റെ സ്വിമ്മിംഗ് പൂളിൽ വണ്ടി കഴുകാൻ ഇറങ്ങിയാണ്. എന്തുവായാലും ഞാൻ ഇറക്കത്തില്ല. അയ്യോ 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 അയ്യോ. അടുത്ത വണ്ടി എടുക്കാൻ പോകുമ്പോൾ വലിയ സീനൊന്നും കാണത്തില്ലായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. നമുക്കൊരു RPG എടുക്കുന്നു. അതെന്തോടെ അത് മാജിക്ക്. എന്തായാലും നമുക്ക് ഈ നേരത്തെ ഈ വണ്ടി തന്നെയല്ലേ ഞാൻ പോയത്. എൻ്റെ വണ്ടിയൊന്നും അല്ലല്ലോ, ഏതോമാരുടെ ഒരു വണ്ടി. ഈ വണ്ടിക്കൊന്നും അത്രയ്ക്ക് ഇത് കോയിൻസെഗിൻ്റെ ഡ്യൂപ്ലി സാധനമാണ്. അതുകൊണ്ട് ഈ വണ്ടിക്ക് ഇപ്പം നമ്മൾ എടുക്കും എന്തോ എടുക്കും നമുക്ക് ഏറ്റവും റെയറായിട്ടുള്ള വണ്ടി അങ്ങ് എടുക്കാം. ദാണ്ട കിടക്കുന്നു ട്രോൺ ബൈക്ക്. ഇത് ഭയങ്കര റെയറാ. ഇതങ്ങനെ സൗണ്ട് തന്നെ പൊളി. എൻ്റെ മോനെ ജാതി സൗണ്ട് ഏടാ. ഇതെന്താ ഇത്? RGB അല്ലേ? ഓ, ഇത് നമുക്ക് ഈ വണ്ടി വിൽക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മുടെ വീടെത്തിയിട്ടുണ്ട്. ഒരു പോലീസിൻ്റെ ഒരു പ്രശ്നമില്ല. പോലീസ് പൊട്ടന്മാരെ ഞാൻ അടുത്ത വണ്ടിയെ അടിച്ച് മാറ്റി. ആ പൊട്ടന്മാർ വരത്തൊന്നുമില്ല, വെറും പൊട്ടന്മാരാ. അടുത്ത വണ്ടി ഇവിടെ ഇരിക്കട്ടെ. ഇനി മസ്താങ് ഉണ്ട്. സുപ്ര വേണോ? വേണ്ട, ഫെറാറി സുപ്ര ഒഴിക്കട്ടെ. അതെല്ലാം എടുത്താലോ? RC ഒക്കെ ഒഴിക്കട്ടെ. RC എനിക്കിഷ്ടമുള്ള ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള ബൈക്കാണത്. നമുക്ക് എന്തായാലും ഒരു ലംബോർഗിനി. പിന്നെ മോഡലൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നേരത്തെയൊക്കെ ഞാൻ കോയിൻസെഗിലായിരുന്നു പോയത്. ഇവൻ ഇടിക്കുമെന്ന് തോന്നല്ലേ? ഇവനെന്തുവാ ഇതെന്തുവാടേ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? എനിക്കെന്തൊക്കെ കയറി ഇറങ്ങടാ പുറത്ത്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വണ്ടി ഇവിടെ തിരിച്ചു കൊണ്ടിടാം. നമുക്ക് എന്തായാലും പറത്തിട്ടു. എന്തോന്നറിയേ എന്താ എടുത്തപ്പോഴേ ഒരാളെ ചെന്ന് ഒറ്റ ഇടി. ഒന്നും അങ്ങോട്ട് നോക്കിയതുമില്ല. എന്തായാലും ഇനി പ്രശ്നമൊന്നുമില്ല. സീനൊന്നുമില്ല. നമ്മളെ വണ്ടിയൊന്നും അല്ലല്ലോ, പേടിക്കാൻ എന്തിരിക്കുന്നു. ഗ്ലാസ്സൊക്കെ പൊട്ടിയെങ്കിലും നമ്മുടെ വണ്ടിയായിരുന്നെങ്കിൽ നമ്മൾ പെതുക്കെ റോക്കി ബൈക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ഇത്രയും വണ്ടി എടുത്തിട്ട് നമുക്ക് ഈ പാട്ട വണ്ടി കൊടുക്കാം. നമ്മൾ നേരത്തെ രണ്ട് കോയിൻസൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 കോയിൻസൊക്കെ എവിടെ പോയി? നമ്മുടെ സൈക്കിള് ഇപ്പോഴും അവിടെ ഇരിക്കുക. മസ്താങ് എന്തായാലും ഒരു സീന്. മോനെ കറുത്ത കളറാണ് കേട്ടോ ഇതിൻ്റെ കളറെന്ന് വെച്ചാൽ. അധികം നേരം ഇവിടെ വയ്ക്കണ്ട. ഞാനും ആരെങ്കിലും കണ്ട് പോലീസിനെ വിളിച്ച് പറഞ്ഞാൽ വീണ്ടും നമുക്ക് സീനായി. നേരത്തെ പോലെ പോലീസുകാരൻ നമ്മുടെ വീട്ടിൽ ചോദിക്കാതെ കയറി വരും. അങ്ങനെയാണ് പോലീസ് സ്റ്റേഷൻ്റെ അടുത്തൂടെ നമ്മളീ പോകുന്നത്. ഇവന്മാരൊക്കെ വെറും പൊട്ടന്മാരാണല്ലേ, വെറും പൊട്ടന്മാരാണ് കേസുവന്മാരെല്ലാം. നമുക്കിനി എന്തോ മോഷ്ടിക്കാനുണ്ടോ ഇവിടെ?
ഈ ഒരു ഫെറാറി കിടപ്പുണ്ട്, സുപ്രീം കിടപ്പുണ്ട്. ഇയാൾക്ക് റോൾസ് റോയ്സ് ഒന്നുമില്ലോ? കാണുമായിരിക്കുമല്ലോ ചിലപ്പോൾ. എല്ലാ വണ്ടികളും ഒന്നും ഇവിടെ കൊണ്ടുവന്ന് കാണത്തില്ല, കുറച്ച് വണ്ടി മാത്രമായിരിക്കും കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും നമ്മുടെ റോക്കി ബായുടെ വീട്ടിലോട്ട് പോവാം. എന്നിട്ട് അടുത്ത മഹീന്ദ്ര താർ എടുക്കാം ഗൈസ്. അടുത്ത റോക്കി ബായുടെ അപ്പോൾ മഹീന്ദ്ര താറും നമ്മുടെ വണ്ടിയുടെ സുപ്രീം ഫെറാറിയൊക്കെ നാളെ വരും. നാളെയല്ല, എന്നാലും ഞാനൊരു വീഡിയോ ഇടാം അത് മോഷ്ടിക്കുന്ന വീഡിയോ. അപ്പോൾ ബൈ ബൈ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇവിടെ ശരിയാണ്. ബൈ ബൈ.